നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലും ഒരു ദുഃഖവാർത്തയുണ്ട്. നിങ്ങളൊക്കെ വായിച്ചു കാണും. ആലപ്പുഴ തകഴിയിൽ ഒരു അമ്മയും മകളും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. പ്രിയ എന്നു പേരുള്ള 46 വയസ്സുകാരിയായ യുവതിയും അവളുടെ 15-കാരിയായ മകൾ കൃഷ്ണപ്രിയയുമാണ് ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പാണ് ഏറ്റുമാനൂരിൽ ഷൈനി എന്ന് പറയുന്ന യുവതിയും അവളുടെ 2 പെൺമക്കളും ആത്മഹത്യ ചെയ്തത്. ഈ 2 സംഭവങ്ങളും പ്രത്യക്ഷത്തിൽ ഒരേപോലെ തന്നെയുള്ള സംഭവങ്ങളായിട്ട് തോന്നുമെങ്കിലും ഇതിൽ ചില സമാനതകളൊക്കെ ഉണ്ടെങ്കിലും ഈ 2 കൂട്ടരുടെയും ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് ലഭ്യമായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മളൊരു പക്ഷേ അത്ഭുതപ്പെടും. കാരണം ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമോ അല്ലെങ്കിൽ നേർ വിപരീതമോ ആണ് പ്രിയയുടെ സാഹചര്യം. ഇതിലെ സമാനതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഇടത്തും അമ്മമാർ പെൺമക്കളെയും കൊണ്ടുപോയി ആത്മഹത്യ ചെയ്തു. 2 പേരും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. 2 കൂട്ടർക്കും കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഷൈനിയുടെ കാര്യത്തിലും പ്രിയയുടെ കാര്യത്തിലും 2 പേരും ഭർത്താവിൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു. ഈ 3 സാമ്യം മാത്രമേ ഇതിലുള്ളൂ. മറ്റ് സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായൊരു ചിത്രമാണ് ഇവിടെ കിട്ടുന്നത്. അതിലൊന്നാമത്തേത്, ഷൈനിയെ സംബന്ധിച്ച് അവൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം അവൾക്ക് വരുമാനമില്ലായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവൾക്കുണ്ടായി. അവളെ അവിടെ നിന്നും ഇറക്കി വിട്ടു. പെൺമക്കളെ ഉൾപ്പെടെ അവിടെ നിന്ന് ഇറക്കി വിട്ട് സ്വന്തം വീട്ടിൽ വന്നു. സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അവിടെയും അവൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ട് അവളുടെ പിതാവ് തന്നെ ഇടപെട്ട് അതില്ലാതാക്കി. ഷൈനിയുടെ പള്ളിക്കാർ അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുത്തിരുന്നതെന്ന് ഞാൻ ഏതോ വാർത്തയിൽ വായിച്ചു. അതും ഷൈനിയുടെ പിതാവ് തന്നെ ഇല്ലാതാക്കി. അപ്പോൾ സ്വന്തം വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കാതിരുന്നതാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു കാരണം. എന്നാൽ പ്രിയയുടെ കാര്യത്തിൽ വരുമ്പോൾ പ്രിയ പഞ്ചായത്തിലെ ഒരു ഹെഡ് ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പ്രിയയെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ മകളെ വളർത്താൻ വേണ്ട സാമ്പത്തികമുണ്ട്. അവൾക്ക് ഒരു ജോലിയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ജോലി ഉണ്ടായിട്ടും പ്രിയ ആത്മഹത്യ ചെയ്തു. അപ്പോൾ പ്രിയയ്ക്ക് വരുമാനം ഇല്ലാതിരുന്നതല്ല, മറിച്ച് വരുമാനം ഉണ്ടായിട്ടും അവൾ ആത്മഹത്യ തിരഞ്ഞെടുത്തു. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഷൈനിയെ സംബന്ധിച്ച് അവൾക്ക് കടമുണ്ടായിരുന്നു. ആ കടം അവൾ വരുത്തി വെച്ച കടമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം. കുടുംബശ്രീയിൽ നിന്നും അവൾ ലോൺ എടുത്തു. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എടുത്ത ലോണാണ്. പക്ഷേ ലോൺ എടുത്ത ശേഷം ഭർത്താവും വീട്ടുകാരും പറഞ്ഞു, അത് നീ വേണമെങ്കിൽ അടച്ചോണം, നിൻ്റെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ അടയ്ക്കില്ല. എന്നാൽ ജോലിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ലോൺ അടയ്ക്കും? അവൾ സ്വന്തമായിട്ട് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ജോലിയില്ലാത്ത ഷൈനി ലോൺ അടയ്ക്കണം എന്ന ഒരു ദുസ്സഹമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പ്രിയയുടെ കാര്യത്തിൽ വരുമ്പോൾ പ്രിയയ്ക്ക് കടം എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് വാർത്തയിലില്ല. പക്ഷേ പ്രിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിരുന്നുവെന്ന് അവളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ പറഞ്ഞതായിട്ട് പത്രങ്ങളിലുണ്ട്. സാമ്പത്തിക തട്ടിപ്പിന് പ്രിയ ഇരയായിട്ട് മാറിയെങ്കിൽ അത് അവൾ കൂടുതൽ പണമുണ്ടാക്കാനായിട്ട് നടത്തിയ ഒരു ശ്രമമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. നമ്മുടെ ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ധനാർത്തി മുതലെടുത്ത് അവരുടെ പക്കലുള്ള 2-3 ലക്ഷം അല്ലെങ്കിൽ 10-15 ലക്ഷം രൂപ ഇരട്ടിപ്പിച്ച് പല കോടികളാക്കി തരാമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് അവരുടെ പക്കൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ധാരാളം പേരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നാലെ പോയി പണം കൊടുക്കുന്നവർ 100% വിഡ്ഢികളാണ്. ബുദ്ധിയില്ലാത്ത ആൾക്കാർ മാത്രമേ ഇത് ചെയ്യൂ. കേരളത്തിൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. എല്ലാവർക്കും പണം ഉണ്ടാക്കണം, ജോലി ചെയ്യാൻ വയ്യ, കുറുക്ക് വഴിയിലൂടെ പണം ഉണ്ടാക്കണം. ഇങ്ങനെ കുറുക്ക് വഴിയിലൂടെ പണം ഉണ്ടാക്കാനിരിക്കുന്ന ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി നിരവധി തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് കള്ളന്മാർ നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട്. അങ്ങനെയുള്ള ഏതോ കള്ളന്മാരുടെ ഇരയായിട്ട് മാറി പ്രിയയ്ക്ക് പണം നഷ്ടപ്പെട്ടു. ആരുടെ കുറ്റമാണ്? പ്രിയയുടെ തന്നെ കുറ്റമാണ്. കയ്യിലുള്ള പണം സുരക്ഷിതമായിട്ട് നഷ്ടമാകാത്ത വിധത്തിൽ സേഫായിട്ടുള്ള എവിടെയെങ്കിലും കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം, സേഫായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം തട്ടിപ്പുകാർക്ക് സ്വയം ഇരയായിട്ട് നിന്ന് കൊടുത്ത് അവൾക്ക് പണം നഷ്ടമായി. എത്ര നഷ്ടമായെന്നറിയില്ല. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്നാണ് വാർത്തയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പണം നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും പ്രിയയുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കൂട്ടിയിട്ടുണ്ട്. മാനസികമായിട്ട് തകരാൻ ആ ഒരു കാരണം തന്നെ ധാരാളമാണ്. അതുകൂടാതെ നമ്മൾ നോക്കുമ്പോൾ ഷൈനി ഭർത്താവിൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു. പ്രിയയും ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയാണ്. ഷൈനിയുടെ കാര്യത്തിൽ ഷൈനിയെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവായിരുന്നു. ഷൈനിയെ പലതരത്തിൽ ദ്രോഹിക്കുന്ന ഒരു ഭർത്തൃ വീട്ടുകാരായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഒട്ടുമിക്ക വാർത്തകളിലും കണ്ടത്.
അതുകൊണ്ടാണ് അവൾക്ക് അവിടെ നിന്നും പെൺമക്കളെയും കൂട്ടി ഇറങ്ങിപ്പോകേണ്ടി വന്നത്. എന്നാൽ നമ്മൾ പ്രിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാർത്തകളനുസരിച്ച് പ്രിയയുടെ ഭർത്താവ് ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത്. പ്രിയയെ ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും പക്ഷേ പ്രിയയ്ക്ക് അതിൽ താല്പര്യമില്ലായിരുന്നുവെന്നുമാണ് ഞാൻ പല വാർത്തകളിലും കണ്ടത്. അപ്പോൾ ഭർത്താവിന് ഭാര്യയെയും മകളെയും ഒപ്പം നിർത്താൻ ആഗ്രഹമുണ്ട്, അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പ്രിയയ്ക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. പ്രിയ ഭർത്താവിൻ്റെ ഒപ്പം വിദേശത്തേക്ക് പോകാൻ സമ്മതമായിരുന്നില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെയും ഷൈനയുടെ ഒരു സാഹചര്യമല്ല പ്രിയയ്ക്കുണ്ടായിരുന്നത്. അവിടെ തീർത്തും ഷൈനിയെ പുറന്തള്ളുന്ന ഒരു ഭർത്താവും വീട്ടുകാരുമായിരുന്നെങ്കിൽ ഇവിടെ പ്രിയയെ ഒപ്പം നിർത്താൻ താല്പര്യമുള്ള ഒരു ഭർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ നമുക്കറിയാം, ഷൈനി സ്വന്തം വീട്ടിൽ വന്ന് നിന്നപ്പോൾ സ്വന്തം വീട്ടുകാരുടെ ഉപദ്രവം അവൾക്കുണ്ടായിരുന്നു. ഷൈനിയുടെ മക്കളോട് ഷൈനിയുടെ അച്ഛനമ്മമാർ കർക്കശമായിട്ടാണ് ഇടപെട്ടിരുന്നതെന്നും ആ കുട്ടികൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല എന്നും, അതുകൂടാതെ ഷൈനിക്ക് തൊട്ടടുത്ത് കിട്ടിയൊരു ജോലി അവളുടെ അച്ഛൻ തന്നെയാണ് കളഞ്ഞതെന്നും അദ്ദേഹം ആ സ്ഥാപനത്തിനെതിരെ കൊണ്ട് കേസ് കൊടുത്ത് അതേ തുടർന്ന് അവൾക്ക് അവിടെ നിന്ന് ജോലി വിടേണ്ടി വന്നു എന്നൊക്കെയാണ് നമ്മൾ വായിച്ചത്. എന്നാൽ നമ്മൾ പ്രിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പ്രിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. പ്രിയ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. പ്രിയയുടെ അച്ഛനമ്മമാർ മരിച്ചുപോയി, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹവും മരിച്ചുപോയി. പ്രിയയും മകളും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ പ്രിയയെ സംബന്ധിച്ച് അങ്ങനെയുള്ള, അതായത് മറ്റുള്ള ആൾക്കാരിൽ നിന്നുമുള്ള ഒരു ഉപദ്രവമില്ല. തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് അവൾക്കുണ്ടായിരുന്നിരിക്കണം. എങ്കിലും നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നതിലും എന്തുകൊണ്ടും ഭേദം തനിച്ച് താമസിക്കുന്നതാണ്. പ്രിയയെ സംബന്ധിച്ച് അവളും അവളുടെ മകളും മാത്രമേ ഉള്ളൂ. ആരും അവരെ ദ്രോഹിക്കാനില്ല. അവൾക്കൊരു ജോലിയുണ്ട്. അപ്പോൾ ഷൈനി നേരിട്ടിരുന്ന ഒരു ദുസ്സഹമായ സാഹചര്യം പ്രിയയ്ക്ക് അവളുടെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. പിന്നെ നമ്മൾ ഷൈനിയുടെ കാര്യം നോക്കുമ്പോൾ ഷൈനിക്ക് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. അവളുടെ പക്കൽ പണം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രിയയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രിയയ്ക്ക് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. പ്രിയയ്ക്ക് മകളെ പഠിപ്പിച്ച് എന്തൊക്കെയോ വലിയൊരു നിലയിലെത്തിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സിൽ കൃഷ്ണപ്രിയയുടെ പെർഫോമൻസ് പ്രിയ ഉദ്ദേശിച്ചത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരവും നമുക്കില്ല. പക്ഷേ അതേക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അതായത് കൃഷ്ണപ്രിയയുടെ പഠനം പ്രിയ ആഗ്രഹിച്ചത്ര മെച്ചപ്പെട്ട രീതിയിലായിരുന്നില്ല. ഈ ഒരു പ്രശ്നം പ്രിയയ്ക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒരു 99% അമ്മമാർക്കും ഉണ്ട്. 99% അമ്മമാർക്ക് ഈ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ജോലിയുള്ള വിദ്യാഭ്യാസമുള്ള അമ്മമാർക്ക്. അവരുടെ എല്ലാം ആഗ്രഹം അവരുടെ മക്കൾ സ്കൂളിൽ 1ാം സ്ഥാനത്തെത്തണം. അത് മകനായാലും മകളായാലും 1ാം സ്ഥാനത്തെത്തണമെന്നാണ്. അതിനുവേണ്ടി കുട്ടികൾക്ക് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുക, നിരന്തരം അവരോട് പഠിക്കാൻ പറയുക, ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ കുട്ടികളെ കഠിനമായിട്ട് ശകാരിക്കുക. അവരോട് ചോദിക്കും, നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ്? നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നില്ലേ? ഇഷ്ടമുള്ള ഭക്ഷണം തരുന്നില്ലേ? ഇഷ്ടമുള്ള തുണി വാങ്ങി തരുന്നില്ലേ? പറയുന്നിടത്ത് കൊണ്ടുപോകുന്നില്ല. പിന്നെ പഠിച്ചാൽ എന്താണ്? പഠിച്ച് ഫസ്റ്റ് മേടിച്ചാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലെഴുതുക. കുട്ടികൾ ഈ സമ്മർദ്ദം പേറിയാണ് പഠിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതെന്തോ വലിയ നേട്ടമാണെന്നാണ്. ഇവർക്ക് കുറേ ആൾക്കാരോട് പറയാൻ അത്രേ ഉള്ളൂ, മോൾ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, അല്ലെങ്കിൽ മോൻ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു സ്ത്രീ വന്നിട്ട്, നിങ്ങൾക്കറിയാം മോനായിരുന്നു ഇപ്രാവശ്യം ക്ലാസ്സിൽ റാങ്ക്. അത് കേൾക്കുമ്പോൾ അവർക്കും ആഗ്രഹം കയറി എൻ്റെ മോന് റാങ്ക് മേടിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നവർ ദയവ് ചെയ്ത് തിരിച്ചറിയണം, ഒരു കുട്ടിയുടെ രീതിയിൽ മറ്റൊരു കുട്ടിക്ക് പോകാൻ പറ്റില്ല. ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 1ാം സ്ഥാനം നേടണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില ആൾക്കാർ കഴിവ് കെട്ടവരാണെങ്കിൽ മാത്രമേ പറ്റൂ. എല്ലാവരും ഒരേപോലെ മിടുക്കന്മാരും മിടുക്കികളുമാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഉണ്ടാകില്ല. അപ്പോൾ ഈ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി മറ്റ് വ്യക്തികൾ മോശമായിട്ട് പ്രകടനം നടന്നുകൊണ്ട് മാത്രം നേടിയെടുക്കുന്ന ഒരു സ്ഥാനമാണ്. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. ഈ 50 കുട്ടികളും ഒരേപോലെ മിടുക്കരാണ്, ഒരേപോലെ പഠിക്കുന്നവരാണ്, ഒരേപോലെ ടാർഗറ്റ് ലക്ഷ്യം വെച്ച് പോകുന്നവരാണ്. അവരെല്ലാവരും 100ൽ 100 മാർക്കും കരസ്ഥമാക്കിയെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾക്കോ മകനോ എങ്ങനെ 1ാം സ്ഥാനം നേടാൻ സാധിക്കും? അപ്പോൾ നിങ്ങളുടെ മകനോ മകൾക്കോ 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രം പറ്റില്ല, മറ്റുള്ളവർ ഉഴപ്പുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ അത്ര അധ്വാനം ചെയ്യാതിരിക്കുകയോ വേണം. എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനം എപ്പോഴും സ്വന്തം കഴിവുകൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല, മറിച്ച് മറ്റുള്ളവരുടെ കഴിവുകേട് കൂടി അതിന് വേണം, മറ്റുള്ളവർ കൂടി അതിന് കനിയണം.
അവർ നിങ്ങളെപ്പോലെ വാശിയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. തന്നെയുമല്ല, ഈ ഒന്നാം സ്ഥാനം നേടിയതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? പല ഒന്നാം സ്ഥാനക്കാരും പിന്നീട് ജീവിതത്തിൽ അവരുടെ ഒപ്പം പഠിച്ചിരുന്ന ആവറേജ് മാത്രമുണ്ടായിരുന്ന കുട്ടികളുടെയൊക്കെ താഴെ ജോലി ചെയ്യുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, പഠിച്ച് പോയി പിന്നീട് ജോലിയൊക്കെ കിട്ടി ചെന്നപ്പോൾ അവൻ ചെന്ന് ജോലിക്ക് കയറുന്ന കമ്പനിയിൽ അവൻ്റെ സീനിയറായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മുമ്പ് അവൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അതായത് നമ്മൾ പഠനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നമ്മൾ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ സ്കൂളിലോ കോളേജിലോ മേടിച്ച മാർക്കിന് യാതൊരു റിലവൻസുമില്ല. അവിടെ നിങ്ങളുടെ പെർഫോമൻസ് മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടി നമുക്കൊരു കടലാസിൻ്റെ ആവശ്യമുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ജോലി കിട്ടാൻ വേണ്ടി നമ്മളൊരു സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ BCom പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്. ആ ഒരു കടലാസിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആ കടലാസ് നേടിയെടുത്താൽ മതിയെന്ന് മാത്രം നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ മതി. എടാ തോക്കരുത്, അല്ലെങ്കിൽ എടീ നീ തോക്കരുത്, എങ്ങനെയെങ്കിലും പാസ്സായിട്ട് ആ ഡിഗ്രി എടുക്കണം. അത്രേ ഉള്ളൂ. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പാസ്സായിട്ടുണ്ടോ? ഉണ്ട്. ബാക്കിയൊക്കെ അങ്ങോട്ട് പിന്നെ അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ചാണ്. ഈ കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠനത്തോടൊപ്പം മറ്റ് കാര്യങ്ങളിലും എക്സ്പോസർ ഉണ്ടാവണം. മറ്റ് കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പരിചയം ഉണ്ടായിരിക്കണം. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വെറും പുസ്തകപ്പുഴുക്കളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കരിയറിൽ ഒരിക്കലും ശോഭിക്കാൻ പറ്റില്ല. പഠനം എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി മാത്രം വെക്കുക. ജസ്റ്റ് പാസ്സായി പോയാൽ മതി. എന്നിട്ട് അവർ പഠനത്തോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കണം. അവർക്കുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ വളർത്താനുള്ള സാഹചര്യം വേണം. കായിക കഴിവുകൾ വളർത്താനുള്ള കഴിവ് വേണം. പാചകം പഠിക്കണം, കൃഷി പഠിക്കണം, നീന്താൻ പഠിക്കണം, ആൾക്കാരോട് ഇടപെടാൻ പഠിക്കണം. ഈ സമൂഹത്തിൽ നടക്കുന്ന ചതികളെക്കുറിച്ച് ബോധ്യമുള്ളവരാവണം. ആരോഗ്യത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഇങ്ങനെ കുട്ടികൾ നേടിയെടുക്കേണ്ട, ചെറിയ പ്രായത്തിൽ നേടിയെടുക്കേണ്ട ഒരുപാട് അറിവുകളുണ്ട്. ഇതൊന്നും അവർക്ക് കൊടുക്കാൻ അനുവദിക്കാതെ അവരെ വെറും പുസ്തകപ്പുഴുക്കളായിട്ട് വളർത്തി അവരുടെ മേൽ നിരന്തര സമ്മർദ്ദം കൊടുത്ത് ഈ കുട്ടികളുടെ ജീവിതം നരകിപ്പിക്കുന്ന ഒരുപാട് അമ്മമാർ ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെയൊക്കെ സമ്മർദ്ദം താങ്ങാനാവാതെ 15ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ വീട് വിട്ട് ഒളിച്ചോടിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം വീട് നരകമാണ് അവർക്ക്. ഇതേപോലെ തന്നെ ഇവിടെ പ്രിയയും സ്വന്തം മകളിൽ അമിതമായിട്ടുള്ള ഭാരം അടിച്ചേൽപ്പിച്ചിരുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് മറ്റൊരാൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും പഠനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കരുത്. അവരോട് പറയേണ്ട ഇത്ര മാത്രം: തോൽക്കരുത്. ഒരു കാരണവശാലും ശരി, നീ തോൽക്കരുത്, പാസ്സാകണം. നിങ്ങൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. അവരവരുടെ കഴിവനുസരിച്ച് 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഏതെങ്കിലും സ്ഥാനത്ത് പൊക്കോളും. ഇനി നമ്മൾ ഷൈനിയുടെയും പ്രിയയുടെയും ആത്മഹത്യ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നമുക്കറിയാം. ഷൈനിയുടെ മക്കൾ പൂർണ്ണ മനസ്സോടെ അമ്മയുടെ കൂടെ പോയി. ഷൈനിയുടെ മക്കൾ ട്രാക്കിൽ അമ്മയുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് ആ അപകടം നടന്ന സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന ലോക്കോ പൈലറ്റ് പറഞ്ഞത്. അദ്ദേഹം ഉറക്കെ ഹോണടിച്ചിട്ടും ആ കുഞ്ഞുങ്ങൾ, 10-11 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞുങ്ങൾ അമ്മയെ വിട്ടിട്ട് ഓടിയില്ല. അമ്മയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അമ്മയുടെ പക്കൽ നിന്ന് രക്ഷപ്പെടാനോ ശ്രമിക്കുകയോ ചെയ്തില്ല. എന്നാൽ നമ്മൾ പ്രിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണപ്രിയ അമ്മയെ തടയാൻ ശ്രമിച്ചു അവസാന നിമിഷം വരെ. അമ്മ ഒരു പക്ഷേ അവളോട് നമുക്ക് പോയി മരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മയെന്ന് പറഞ്ഞാവാം അവൾ കൂടെ പോയത്. അവൾ അമ്മയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഒപ്പം പോയത്. അവൾ അവസാന നിമിഷം അമ്മയെ പിടിച്ച് വലിക്കുകയായിരുന്നു പുറത്തേക്ക്. ലോക്കോ പൈലറ്റ് നേരിട്ട് കണ്ടതാണ്. അമ്മയെ മകൾ പിടിച്ച് വലിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അമ്മയുടെ ആരോഗ്യം കൂടുതലായിരുന്നു, മകൾക്ക് ആരോഗ്യം കുറവായിരുന്നു. അമ്മ ജയിച്ചു. അമ്മ മകളെ വലിച്ച് ട്രാക്കിലിട്ടു, രണ്ടുപേരും മരിച്ചു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഷൈനിക്കുണ്ടായിരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകളനുസരിച്ച് പ്രിയയ്ക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രിയ ആത്മഹത്യ ചെയ്തു. എന്തായിരിക്കാം പ്രിയയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? അതിൻ്റെ 2-3 കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, അവൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം. ഭർത്താവിൻ്റെ ഒപ്പം വിദേശത്തേക്ക് പോകാതെ ഇവിടെ തന്നെ ജീവിച്ച് ഭർത്താവിനേക്കാൾ കൂടുതൽ ഞാൻ പണമുണ്ടാക്കും എന്നോ മറ്റോ ചിന്തിച്ചുകൊണ്ടാണോ അവൾ ചെന്ന് ഈ ട്രാപ്പിൽ വീണത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പിന്നെ മകളുടെ മേൽ അവൾ അടിച്ചേൽപ്പിച്ച ഈ ഭാരം. സെക്കൻഡ്, ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം. ഞാൻ ഒറ്റയ്ക്കാണ്, അച്ഛനും അമ്മയുമില്ല, മകളും ഞാനും മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിലെങ്കിലും ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കാം, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം എന്ന് പ്രിയ ചിന്തിച്ചില്ല. നിങ്ങളുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാത്തതുകൊണ്ട് മാത്രമാണ്.
നിങ്ങൾ കണ്ണു തുറന്ന് നോക്കണം, ഈ മനുഷ്യൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ഗുണമുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ പഠിക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവരിലെ പ്രശ്നങ്ങളാണ് നോക്കുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാത്ത, കുഴപ്പങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല. അത് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ മാത്രമല്ല, ലോകത്തൊരു ഭാര്യയും ഭർത്താവും കുഴപ്പങ്ങൾ ഇല്ലാത്തവരായിട്ടില്ല. എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ട്. സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനോ ഒരു മനുഷ്യ സ്ത്രീയോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രമാത്രം നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമോ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചകലാനുള്ള കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിന് മാത്രമേ നേരം കാണൂ. ഒരു കാലത്തും നമുക്ക് സമാധാനവും കാണില്ല. അപ്പോൾ ഇവിടുത്തെ ഈ 2 ആത്മഹത്യകൾ എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്തെല്ലാം ഉണ്ടായാലും ശരി, നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ, നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ, മനസ്സിൻ്റെ ചാഞ്ചാട്ടം തിരിച്ചറിയാൻ നമുക്ക് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ വഴിയെ പോയി നശിച്ചു പോകും. ഒരു ചൊല്ലുണ്ട്, റൂൾ യുവർ മൈൻഡ്, അതർവൈസ് ഇറ്റ് വിൽ റൂൾ യു. താങ്ക് യു.